ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടാകും, ചിക്കൻ ഷോർമ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ടേസ്റ്റ്. ആ രീതിയിൽ നിന്ന് ശകലം വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ ചിക്കൻ കറി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചിക്കനൊക്കെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളി, സവാള ഇതൊക്കെയാണ് നമുക്ക് അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഒരു തക്കാളി, ഒരു സവാള, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി, 8-9 പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിക്കനുസരിച്ച്. ഇത് ഇത്രയും നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും വേണം, ഒരു പിടി പുതിനയിലയും വേണം. പുതിനയിലേക്കാളും ശകലം കൂടുതൽ മല്ലിയില എടുക്കണം കേട്ടോ. അപ്പം ഇത് ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാളയും തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളിക്ക് പകരം നാരങ്ങ നീര് ചേർത്താലും മതി. നാരങ്ങ നീരാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ തക്കാളി ഒഴിവാക്കിയിട്ട് നാരങ്ങ നീര് കറിയിലോട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കുന്നില്ല, അതിന് പകരമാട്ടോ തക്കാളി ചേർക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് ശകലം വെള്ളം, ഒരുപാടൊന്നും വേണ്ട, ഒന്ന് അരയാൻ മാത്രം ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം 2 സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ഉരുളക്കിഴങ്ങുമാണ്. ഇതുപോലെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. കടായി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബേ ലീഫ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട. ഇത് ഇത്രയും നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഇത് കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്, അതുകൊണ്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ നമുക്ക് എണ്ണ, നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ലേ. 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമേ. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും മതി, കാരണം നമ്മൾ ചെറുതായിട്ടല്ലേ അരിഞ്ഞിട്ടേക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുമേ. അപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കട്ടായിപ്പോയതാണ്. ആ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടാട്ടോ ഞാൻ ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ, നമ്മൾ പച്ചമുളകും തക്കാളിയെല്ലാം അരച്ച് വെച്ചേക്കുന്ന കൂട്ട് അതിപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ശകലം വെള്ളം കൂടെ ഒഴിക്കണം. അപ്പം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മളിതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ കറി സാധാരണ നല്ല നീണ്ടായിട്ടായിരിക്കും, നല്ല ലൂസായിട്ടിരിക്കും, സൂപ്പ് പോലെയൊക്കെ എടുക്കാം ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയാലേ. പക്ഷേ ഞാൻ ശകലം കുറുക്കിയാട്ടോ എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ മസാല ഒന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഗരം മസാലയും കൂടെ ചേർത്ത ശേഷം നമുക്ക് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ. കുരുമുളക് നേരത്തെ നമ്മൾ അരച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. അന്നേരം അരയ്ക്കാൻ കുരുമുളക് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുരുമുളക് പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ഇനി തിളച്ചിട്ട് നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ, മസാലയൊക്കെ കുറവാണെങ്കിൽ അന്നേരം ഇട്ട് കൊടുക്കാമേ. ഇനി നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇടയ്ക്ക് തിളച്ച് ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചിക്കൻ കറി. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ ഇതിന്. കഴിച്ചിട്ടുള്ളവർക്കറിയാം. ചൂടോടെ കൂടെ കഴിക്കണം, ആ ഒരു ഇതേ ഉള്ളൂ. തണുത്ത് കഴിയുമ്പോൾ വേറൊരു ഇതാട്ടോ. അപ്പോൾ നല്ല ചൂടോടെ കൂടെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. ഇപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ശകലം മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ചൂടോടെ കൂടെ തന്നെ ഇത് കഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നല്ല ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, നല്ല കുറുക്കി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.